ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ സക്സസ് സ്റ്റോറിയാണ്. അപ്പോൾ ഒരുപാട് കുവൈറ്റിലുള്ള ഒരു ഫഹയിൽ അല്ലെങ്കിൽ സൽമിയ മങ്കഫ് ഏരിയയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം. എക്സ്പെഷ്യലി ഫഹയിൽ ഞാൻ 16 വർഷമായിട്ട് കുവൈറ്റിലുണ്ട്. അപ്പോൾ കുവൈറ്റിലോട്ട് കയറി വരുമ്പം 6 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എങ്ങനെ സക്സസ് ആയി, അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. ആദ്യം എനിക്ക് തീരെ ശ്രദ്ധയില്ലാതിരുന്ന കാര്യം അതായിരുന്നു. ആദ്യത്തെ 6-7 വർഷം എനിക്ക് വലിയ ഒരു നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കയറി വരുമ്പോൾ 6 ലക്ഷം രൂപ കടമുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ കുവൈറ്റിലെ വിസക്കും ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇവിടെ വന്ന ആദ്യത്തെ 6 വർഷം എനിക്ക് ഒരു പ്രത്യേകിച്ച് ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ, പൈസ വരാൻ വേണ്ടിയിട്ട് 9 റൂൾസുകളും അത് നിലനിർത്താൻ 3 റൂളുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ല. പിന്നെ ഇപ്പം AI യുഗം അതിനെ കൊണ്ട് ChatGPT അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സാലറിയിൽ ഒരു 25% നമ്മൾ സേവ് ചെയ്ത് വെക്കണം എല്ലാവരും. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വരുന്ന വരുമാനം നമ്മൾ സേവ് ചെയ്യണം. ചിലവ് ചെയ്യേണ്ടെന്നല്ല, ആവശ്യത്തിനനുസരിച്ച് ചിലവ് ചെയ്യുക, അനാവശ്യ ചിലവുകൾ ചുരുക്കുക. എങ്ങനെ ഒരു 25% നമ്മൾ സേവ് ചെയ്തേ പറ്റുള്ളൂ. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. ഈ 16 വർഷം കൊണ്ട് എനിക്കുണ്ടായ നേട്ടമാണ് ഇനി പറയാൻ പോകുന്നത്. വരുമ്പം ഒരു 6 ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുടക്കത്തിൽ കടമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് 30 ലക്ഷത്തോളം കടമുണ്ട്. വരുമ്പോൾ ആരുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 24 ലക്ഷം കൂടെ കൂട്ടാൻ പറ്റി 16 വർഷം കൊണ്ട്.